രാവിലെ ഞാൻ വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ കുടിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പുറത്തോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. മുട്ടിയൊക്കെ വാരിപ്പിരുത്തിട്ടപ്പോൾ എന്തോ പ്രാന്തിയെ പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, മുട്ടിയൊക്കെ കെട്ടി വെച്ചിട്ടൊന്ന് റെഡി വന്നപ്പോൾ ദേ ഒരു നരച്ചു മുടി. അയ്യോ, ഞാൻ കിളവിയായിപ്പോയി ഗൈസ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വെളിയിൽ പോയി മാസ്ക് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചുവലയും ഇട്ട് പോയപ്പോൾ എന്തോ ഒരു വൃത്തിയേട് പോലെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വരച്ച പടം. അങ്ങനെ ഞാൻ അതിനെയൊക്കെ നോക്കി, ക്യാമറയൊക്കെ നോക്കി, കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട്, പല്ലിളിച്ച് കാണിക്കുന്നുണ്ട്. ക്യാമറ ആണെങ്കിൽ കണ്ണാടി ആണെങ്കിൽ എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാനാണ് കേട്ടോ തോന്നാറ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ചുവപ്പ് ഡ്രസ്സ് ഇട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് മാസ്ക് വെച്ചിട്ട്. കാരണം എനിക്ക് ഭയങ്കര നാണക്കേട് പുറത്തിറങ്ങുമ്പോൾ ഈ ചുവപ്പ് ഡ്രസ്സാകുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബസ്സിൽ കയറിയിട്ട് ഞാൻ പാളയത്തിറങ്ങിയിട്ട് ഞാനൊരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് കൂടുതലായും ബസ് കിട്ടുന്നത് തിരുവനന്തപുരം ബസ്സായിരിക്കും കേട്ടോ. ഈസ്റ്റ് ഫോർട്ട് ബസ് അങ്ങനെ കിട്ടൽ വളരെ കുറവാണ്. അപ്പം ഞാൻ എപ്പോഴും ഒരു കണക്ക് കാൽക്കുലേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ വീണ്ടും ബസ്സിൽ കയറി പോകണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പൈസ ആവുമല്ലോ. ഈ ഒരു സെയിം പൈസയൊക്കെ ആവും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പാളയത്ത് ഇറങ്ങിയിട്ട് ഈസ്റ്റ് ഫോർട്ട് പോകണമെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാൻ പോകണം കേട്ടോ. എൻ്റെ കുരുത്തം കെട്ട മോന് കുറേ ദിവസമായിട്ട് ആഗ്രഹം ക്രിസ്മസ് ട്രീ വേണമെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ അത്രയ്ക്ക് പൈസയൊന്നുമില്ല. അപ്പം ഞാൻ ഒരു ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ തപ്പി ഇറങ്ങി. എനിക്ക് അവസാനം ഞാൻ നോക്കിയപ്പോൾ ചെറിയ സൈസിലുള്ള ക്രിസ്മസ് ട്രീക്ക് 80 രൂപ. അതിനേക്കാളും കുറച്ചുകൂടെ വലുതിന് 225 രൂപ. എന്നാൽ പിന്നെ ഒന്നും നോക്കില്ല, ആ സാധനത്തിന് അങ്ങ് പൊക്കിയിട്ടോ. പക്ഷേ ഇവിടെ അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ട്, ഭയങ്കര ബഡ്ജറ്റിലായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. 4000 രൂപ മുതൽ 5000 രൂപയ്ക്കൊക്കെ ഉള്ള ക്രിസ്മസ് ട്രീ ഒക്കെ കിടപ്പുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിനെ ഒന്ന് പറ്റിച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ക്രിസ്മസ് ട്രീയും വാങ്ങിച്ചു. പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ വെക്കണമല്ലോ. അപ്പം ഞാൻ എല്ലാം കൂടെ ഉള്ള ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഒരു സ്റ്റാർ വാങ്ങിച്ചു. ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ കടയിലേക്ക് കയറുമ്പോൾ നല്ല രസമാണല്ലേ, കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കാണാം. പിന്നെ ഇത് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ചെറിയ സൈസിലെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ കൈ കിട്ടിയ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ നോക്കിയത്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽപ്പെട്ട ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ജാറ് കണ്ടു കേട്ടോ. പിന്നെ മോൺസ്റ്റർ ഷേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരു ജാറും. അപ്പോൾ അങ്ങനെ അതും വാങ്ങി. പിന്നെ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട, പക്ഷെ ഞാൻ എടുത്തില്ല. വന്ന് നിന്നപ്പോൾ തന്നെ എനിക്ക് തിരിച്ച് ബസ് കിട്ടി കേട്ടോ. അതുകൊണ്ട് എനിക്ക് ജ്യൂസ് ഒന്നും കുടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ വന്നപ്പാടെ നമ്മൾ വാങ്ങിയ ജാറിൽ തന്നെ ഒരു മോൺസ്റ്റർ ഷേക്ക് ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. ഈ ഗ്ലാസ് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഒരു ഷേക്ക് ഉണ്ടാക്കി കുടിച്ചാലോ എന്ന്. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് എന്ത് പറ്റി, അതുണ്ടാക്കി കുടിക്കാനായിട്ട് പറ്റി കേട്ടോ. ഞാനാണെങ്കിൽ ഒരു സൂപ്പും കുടിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഏകദേശം 1 മണിയായിട്ടോ. പിന്നെ ഞാൻ ഒന്നും കഴിക്കാൻ നിന്നില്ല. 2 സമൂസയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് മോൻ വരുന്നതിന് മുമ്പ് ക്രിസ്മസ് ട്രീ റെഡിയാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വരുമ്പോൾ അവന് സർപ്രൈസ് കൊടുക്കാനാണ് എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തത്. കാരണം കുറേ ദിവസമായി പാവം അവൻ പറയാൻ തുടങ്ങിയിട്ട് ക്രിസ്മസ് ട്രീ വേണമെന്ന്. ഞാൻ പറഞ്ഞു വാങ്ങിച്ചു തരൂല എന്ന്. അവസാനം അവനെ കരയിപ്പിച്ചതിന് ശേഷം എനിക്ക് സർപ്രൈസ് കൊടുക്കണമെന്നൊരാഗ്രഹം. ഞാൻ ചെറിയൊരു സൈക്കോ ആണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ആരോ ഒരാൾ പറയൂലേ, ഈ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണമെന്ന്. എന്താണെന്ന് അറിഞ്ഞൂടാ, അവൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് സാധിച്ചു കൊടുക്കണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മളങ്ങനെ വാങ്ങാറില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിരുന്നപ്പോൾ ഈ കുന്ത്രാണ്ട് എവിടെ വെക്കുമെന്ന് എനിക്കൊരു പിടുത്തമല്ല കേട്ടോ. പിന്നെ അവസാനം ഞാൻ തന്നെ കണ്ടുപിടിച്ചു, യുറൈക്ക ഇതിവിടെ വെക്കുന്ന സാധനമാണെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ഫിറ്റ് ചെയ്തു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. വന്നിട്ട് ഡ്രസ്സ് പോലും മാറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സിന് സമാധാനം കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ സമയവും കാണൂല. 3-3:30 ആകുമ്പോൾ അവൻ വരാനുള്ള സമയമാവും. അതിന് മുന്നേ എനിക്കെല്ലാം സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തു. പിന്നെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ ബോറടി ആയിട്ട് തോന്നും, എന്തിനാണ് ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇത്രയും വലിച്ചു നീട്ടി പറയുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളെ കൊച്ചു സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുക. സത്യം പറഞ്ഞാൽ ഞാനിത് വാങ്ങിക്കാനുള്ളൊന്നും അല്ല കേട്ടോ പോയത്. അങ്ങനെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഈ ക്രാഫ്റ്റ് DIY ആയിട്ട് നമുക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ റെഡിയാക്കി എടുക്കാനുള്ള സാധനങ്ങളും ടൂൾസും ഒക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറവായിട്ട് ഞാൻ പിന്നെ ഇത്രയൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ട് ഇതാണ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ലൈറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ഒരു ലൈറ്റാണ് കേട്ടോ, ബാറ്ററി ഇട്ട് വർക്ക് ആവുന്നത്. അത് വെച്ചപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സ്റ്റാർ ഞാൻ വാങ്ങിയതാണ്, പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ സ്റ്റാർ കാണാനില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തിട്ടെങ്കിൽ തിരിച്ചിട്ടായിരിക്കും, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ലൈറ്റൊന്ന് മാറ്റി വെച്ചു. ഈ ഒരു സ്റ്റാറിൻ്റെ ലൈറ്റാണ് ഞാൻ വീണ്ടും അതിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ സ്റ്റാറിൻ്റെ ലുക്കും വന്നിട്ടുണ്ട്, ലൈറ്റും ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ടല്ലേ. ഈ ഒരു ലുക്കാണ് എനിക്ക് ഫൈനലായിട്ടുള്ളത് ഇഷ്ടപ്പെട്ടത്. മറ്റൊരു ലുക്കിനെക്കാട്ടിലും സ്റ്റാറൊക്കെ ഇട്ടപ്പോഴത്തേക്കും ക്രിസ്മസ് ട്രീ ഒന്ന് കളർഫുള്ളായല്ലേ. അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്തൊക്കെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടോ. ഇനി മോൻ വന്നിട്ട് വേണം അവനെയും കൂടി ഒന്ന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഏകദേശം 3:30 ആയപ്പോഴത്തേക്ക് ഞാൻ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് മോനിൽ പോയിട്ടോ. എന്തിനു വേണം?
വാ. എന്തിനു വേണം നിനക്ക്? ക്രിസ്മസ് ട്രീ വാങ്ങിച്ചു തരൂല. അങ്ങനെ ഞാൻ അവനെ കുറച്ച് നേരമൊക്കെ കരയിപ്പിച്ചിട്ട് വീട്ടിലെത്തുന്നവരെ പറഞ്ഞില്ല കേട്ടോ. വീട്ടിൽ വരാൻ പറഞ്ഞപ്പോൾ വരൂല്ല, അവന് ക്രിസ്മസ് ട്രീ വാങ്ങിച്ചു തന്നാലേ വീട്ടിൽ കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വഴി കിടന്ന് ബേളൊക്കെ വെച്ചിട്ട് 2-3 പ്രാവശ്യമൊക്കെ തിരിച്ചൊക്കെ പോകാനൊക്കെ പോയിട്ടോ. അവസാനം പിണങ്ങി ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവ ഹാപ്പിയായി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മാവൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. മോസറല്ല ചീസില്ലായിരുന്നു, അതിന് പകരമായിട്ട് ചീസ് സ്ലൈസ് വെച്ചിട്ട് നമ്മളൊരു പിസ്സ റെഡിയാക്കി എടുത്തു. പിന്നെ ചായയൊക്കെ ഇട്ട് കുടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വരുന്ന വഴിയെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിസ്സ കഴിക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് അതൊന്ന് റെഡിയാക്കി എടുത്തത്. അങ്ങനെ അതും കഴിച്ച് രാത്രി ഞാൻ പുട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അത്രയും